ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു മുട്ട ഫ്രൈ ആണ് കേട്ടോ. മുട്ട പൊരിക്കുന്നതാണ്. നമ്മൾ സാധാരണയൊക്കെ മുട്ട പൊരിക്കുന്നതിലും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കേട്ടോ മുട്ട ഇന്ന് പൊരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ എഗ്ഗ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വലിയൊരു സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറുതായി അരിഞ്ഞതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 2 പച്ചമുളകാണ്. 2 പച്ചമുളകും ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ്. ചെറുതായി അരിഞ്ഞ് മല്ലിയില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ നല്ലൊന്ന് വഴറ്റി കൊടുക്കട്ടോ. ഉള്ളിയൊക്കെ ഒന്ന് വാടി വരട്ടെ. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതൊരു 1/4 ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത്രയും മതി കേട്ടോ. കൂടുതലായാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ തന്നെ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയൊരു തക്കാളിയുടെ 1/4 ഭാഗമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് നല്ലൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഇഷ്ടമുള്ളവർ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് ചെറുതീയിൽ ഇതൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതവിടെ മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് അതുപോലെ ഒന്ന് നല്ലൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. നല്ലൊന്ന് അടിച്ചെടുക്കുക. ഉപ്പ് ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ച മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലൊന്ന് മിക്സാക്കി എടുക്കുക. ഇതുപോലെ നല്ലൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനി ഒരു ഉണ്ണിയപ്പച്ചട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറേശ്ശെ കുഴികളിലൊക്കെ കണ്ടോ ഇതുപോലെ കുറേശ്ശെ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതുപോലെ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ എന്നും ഒരുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റിലൊക്കെ വ്യത്യാസമുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വൈകുന്നേരം ഈവനിങ് സ്നാക്കായും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഇത് കൊടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് മറിച്ചിട്ട് 2 വശം ഒരുപോലെ വേവിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ 2 വശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ.